രാവിലെയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇനി നമ്മൾ വാർത്തകളുടെ മണിക്കൂറുകളിലേക്ക് കടക്കുകയാണ്. ഈ മണിക്കൂറിൽ വിശുദ്ധ വാരത്തിന് തുടക്കം കുറിച്ച് ഓശാന ഞായറുമായി ബന്ധപ്പെട്ട തിരുക്കർമ്മങ്ങളൊക്കെ പള്ളികളിൽ നടക്കുകയാണ്. ആ കാഴ്ചകളിലേക്കും മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളിലേക്കും ഒക്കെ നമ്മൾ പോകുന്നു. ആദ്യം തലക്കെട്ടുകൾ നോക്കാം. വിശുദ്ധ വാരത്തിന് തുടക്കം കുറിച്ച് ഇന്ന് ഓശാന ഞായർ. കുരിശിലേറ്റപ്പെടും മുൻപുള്ള യേശുവിന്റെ ജെറുസലേം ആഗമനം അനുസ്മരിച്ച് വിശ്വാസികൾ. ക്രൈസ്തവ ദേവാലയങ്ങളിൽ പ്രാർത്ഥനകളും കുരുത്തോല പ്രദക്ഷിണവും. പുതിയ വഖഫ് നിയമം മുനമ്പം പ്രശ്നം പൂർണ്ണമായി പരിഹരിക്കില്ലെന്ന് കോട്ടപ്പുറം ബിഷപ്പ്. നിയമ ഭേദഗതിയിൽ നെഗറ്റീവായ കാര്യങ്ങളുണ്ടെന്നും വിമർശനം. ഗവൺമെന്റിൽ തന്നെ ചില പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്, ചില നെഗറ്റീവായിട്ടും. ഞാനിപ്പോൾ ഇത് വായിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് അങ്ങനെ തന്നെയാണ്. ജബൽപൂരിലെ അക്രമം ക്രൈസ്തവരെ ആശങ്കയിലാക്കുന്നു. അടുത്ത തവണ സഭ രാഷ്ട്രീയ നിലപാടെടുക്കുമെന്നും ബിഷപ്പ് ആംബ്രോസ് പുത്തൻവീട്ടിൽ ന്യൂസ് 18 Q18-ൽ. ബംഗാളിൽ വഖഫ് നിയമത്തിനെതിരായ പ്രക്ഷോഭത്തിൽ വ്യാപക അക്രമം. മുർഷിദാബാദിൽ മരണം 3. ട്രെയിൻ ഗതാഗതം തടഞ്ഞ് പ്രതിഷേധക്കാർ. സമാധാനം പുനഃസ്ഥാപിക്കാൻ പട്ടാളത്തെ വിന്യസിച്ചു. നിലമ്പൂരിൽ ആരെല്ലാമാകും സ്ഥാനാർത്ഥികൾ? ചർച്ചകൾ സജീവമാക്കി മുന്നണികൾ. കോൺഗ്രസിൽ മുൻതൂക്കം ആര്യാടൻ ഷൌക്കത്തിന് തന്നെ. VS ജോയിയുടെ പേരും പരിഗണനയിൽ. നാഷണൽ ഹെറാൾഡ് കേസിൽ നടപടികൾ തുടങ്ങി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. 700 കോടിയുടെ സ്വത്ത് കണ്ടുകെട്ടും. കേസിലെ പ്രധാന പ്രതികൾ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും. കേരളത്തിന്റെ സ്വന്തം വിമാനം ജൂണിൽ പറന്നുയരും. എയർ കേരളയുടെ ആദ്യ സർവീസ് നെടുമ്പാശ്ശേരിയിൽ നിന്ന്. കോർപ്പറേറ്റ് ഓഫീസ് ഉദ്ഘാടനം മറ്റന്നാൾ ആലുവയിൽ. ISL-ൽ കിരീടം സ്വന്തമാക്കി മോഹൻ ബഗാൻ. ബംഗളൂരുവിനെ വീഴ്ത്തിയത് 1-2 ഗോളിന്. മോഹൻ ബഗാന്റെ വിജയ ഗോൾ 96-ാം മിനിറ്റിൽ. യേശുവിന്റെ പീഡാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും ഓർമ്മകൾ. ക്രൈസ്തവ ലോകം പീഡാനുഭവ വാരത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് ഓശാന ഞായറാണ്. ഇന്നത്തെ ഓശാന ഞായർ ആചരണത്തോടെ വിശുദ്ധ വാരാചരണത്തിന് തുടക്കമാവുകയാണ്. വിവിധ ദേവാലയങ്ങളിൽ ഓശാന ശുശ്രൂഷകളുടെ ഭാഗമായി കുരുത്തോല വിതരണവും തുടർന്ന് കുരുത്തോല പ്രദക്ഷിണവും നടക്കും. സംസ്ഥാനത്തെ വിവിധ ദേവാലയങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. കുരുത്തോല പ്രദക്ഷിണം നടന്നു കഴിഞ്ഞു. വിവിധ ദേവാലയങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ നവമി ദിനേശ് എറണാകുളം ഇടപ്പള്ളി തോപ്പിൽ മേരി ക്വീൻ ദേവാലയത്തിൽ നിന്ന് ആദ്യം. സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഇടപ്പള്ളി തോപ്പിൽ മേരി ക്വീൻ പള്ളിയിലാണ് ഓശാന ഞായർ തിരുക്കർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത്. നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, ഇനിയുള്ള ഒരാഴ്ച ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ യേശുവിന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ സ്മരണയിൽ ഓശാന ഞായർ നടക്കുന്നു. എവിടം വരെയായി ചടങ്ങുകൾ? ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. വിശുദ്ധ വാരാചരണത്തിന് തുടക്കം കുറിച്ച് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഇന്ന് ഓശാന ഞായർ ആചരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇടപ്പള്ളി തോപ്പിൽ മേരി ക്വീൻ പള്ളിയിലാണ്. ഇവിടെ തിരുക്കർമ്മങ്ങൾക്ക് സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലാണ് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത്. നാടെങ്ങുമുള്ള നൂറുകണക്കിന് ക്രൈസ്തവരാണ് ഇപ്പോൾ ഈ ദേവാലയത്തിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഈ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കുന്നത്.
ഇനി ഈ പ്രാർത്ഥനാ ചടങ്ങുകൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. അതിനുശേഷം നഗരവീഥികളിലും ദേവാലയങ്ങളിലും കുരുത്തോല പ്രദക്ഷിണം നടക്കും. അതിനുശേഷം അദ്ദേഹം വിശ്വാസികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്യും. ഈസ്റ്ററിന് മുൻപുള്ള ഞായറാഴ്ചയാണ് ഈ ഓശാന ഞായറായി ആചരിക്കുന്നത്. പീഡനാനുഭവം, കുരിശു മരണത്തിന് മുൻപ് ജെറുസലേമിലേക്ക് കഴുതപ്പുറത്തേറി വന്ന യേശുവിന് രാജകീയ വരവേൽപ്പ് നൽകുന്ന ഒരു ദിവസമായിട്ടാണ് വിശ്വാസികൾ ഈ ഒരു ഓശാന ഞായർ ആചരിക്കുന്നത്. അതോടൊപ്പം തന്നെ സെന്റ് മേരീസ് ബസിലിക്ക പള്ളിയിൽ ഇത്തവണ തിരുക്കർമ്മങ്ങൾ ഉണ്ടായിരിക്കില്ല. നമുക്കറിയാം കുറച്ചു നാളുകളായി അവിടെ പള്ളിത്തർക്കങ്ങളൊക്കെ നിലനിൽക്കുന്നത് കൊണ്ട് പള്ളി അടച്ചിട്ടിരിക്കുകയാണ്. അവിടെ കർമ്മങ്ങൾ ഉണ്ടായിരിക്കില്ല. എന്തായാലും അതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ ഇപ്പോൾ ഇടപ്പള്ളി തോപ്പിൽ മേരി ക്വീൻ പള്ളിയിൽ തിരുകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകിയിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. 100-ലധികം വിശ്വാസികളാണ് ഇവിടെ എത്തി അദ്ദേഹം ഈ ഒരു ഓശാന ഞായർ ആചരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ എത്തിയത്. ഇതിനുശേഷം ചടങ്ങുകളുണ്ട്, കുരുത്തോല പ്രദക്ഷിണമുണ്ട്. അങ്ങനെ വിശ്വാസികൾ ഒരു അടുത്ത ഞായർ ഈസ്റ്റർ ആഘോഷിക്കുന്നതിന് മുൻപ് ഈ ഒരു തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്ന റാഫേൽ തട്ടിൽ അദ്ദേഹവും ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഇവിടെ ഈ ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രീജ, നവമിയാണ് വിവരങ്ങൾ നൽകിയത്. എറണാകുളം ഇടപ്പള്ളി തോപ്പിൽ മേരി ക്വീൻ ദേവാലയത്തിൽ സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലാണ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നത്. ഇരട്ടി മടക്കി തരുമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. തിരുവനന്തപുരത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. തിരുവനന്തപുരം പാളയം സെയിന്റ് ജോസഫ് കത്തീഡ്രലിൽ വിവരങ്ങളുമായി ഡാൻ കുര്യനാണുള്ളത്. ഡാൻ, എവിടം വരെയായി തിരുവനന്തപുരത്തെ ചടങ്ങുകളൊക്കെ? ശ്രീജ, സംയുക്ത കുരുത്തോല പെരുന്നാളാണ്, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങുകളാണ് നമ്മളിപ്പോൾ ഉള്ള പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിൽ നിന്ന് ആരംഭിച്ചിരിക്കുന്നത്. ബിഷപ്പുമാരുണ്ട്, അതോടൊപ്പം തന്നെ മുതിർന്ന വൈദികരുണ്ട്, വലിയ വിശ്വാസ സമൂഹമുണ്ട്. ഇവിടെ നിന്ന് ഈ നഗരം ചുറ്റിയായിരിക്കും, അതായത് നഗരത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗത്ത് വരെ എത്തിയതിനു ശേഷമായിരിക്കും അവർ തിരികെ ദേവാലയത്തിലേക്ക് എത്തുക. അവിടെയായിരിക്കും ഈ കുരുത്തോല പ്രദക്ഷിണവുമായി ബന്ധപ്പെട്ട മറ്റ് ചടങ്ങുകളൊക്കെ നടക്കുക. ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോയുടെ നേതൃത്വത്തിലാണ്, മുഖ്യ കാർമ്മികത്വത്തിലാണ് ഈ കുരുത്തോല പ്രദക്ഷിണം തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയഭാഗത്തേക്ക് ദേവാലയത്തിൽ നിന്ന് എത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ എത്തിയതിനു ശേഷം തിരികെ ദേവാലയത്തിലേക്ക് മടങ്ങി വന്നതിന് ശേഷമായിരിക്കും മറ്റ് ചടങ്ങുകൾ, പ്രാർത്ഥനാ ചടങ്ങുകളൊക്കെ അവിടെ നടക്കുക. അതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ മുഴുവൻ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. വലിയൊരു
വിശ്വാസ സമൂഹത്തിന്റെ നീണ്ട നിര തന്നെ ഈ ചടങ്ങുകളുടെ ഭാഗമാകുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിയിട്ടുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ടുന്ന കാര്യം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത വളരെ പാരമ്പര്യമായി തന്നെ ദീർഘവർഷങ്ങളായി നിലനിൽക്കുന്ന ആ ഒരു പൈതൃകം അതേപോലെ കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിലെ ഈ കുരുത്തോല പ്രദക്ഷിണം കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് എന്നതാണ്. അതായത് ഏതാണ്ട് ദീർഘവർഷങ്ങളുടെ പാരമ്പര്യം അത് കൃത്യമായി അവരുടെ വേഷഭൂഷാദികളിലും അതോടൊപ്പം തന്നെ തനിമ ചോരാതെ മറ്റ് ചടങ്ങുകളിലുമെല്ലാം അതേപോലെ തന്നെ നിലനിർത്തിക്കൊണ്ടാണ് പാളയം സെന്റ് ജോസഫ് കത്തീഡ്രൽ ദേവാലയത്തിൽ നിന്നുള്ള ഈ കുരുത്തോല പ്രദക്ഷിണം ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് സംയുക്ത ഓശാനയോടനുബന്ധിച്ചുള്ള സംയുക്ത കുരുത്തോല പ്രദക്ഷിണം നടക്കുന്നു. തിരുവനന്തപുരം നഗരത്തിലൂടെയുള്ള പ്രദക്ഷിണത്തിന്റെ ദൃശ്യങ്ങളാണിപ്പോൾ നമ്മൾ കാണുന്നത്. ഒലിവുമലക്കരികിലുള്ള ബത്ഫാഗയിലെത്തി. അപ്പോൾ ഈശോ തന്റെ 2 ശിഷ്യന്മാരെ പ്രകാരം നിർദ്ദേശിച്ച് അയച്ചു, എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് പോകുകയും അവിടെ ഒരു കഴുതയെയും അടുത്തൊരു കഴുതക്കുട്ടിയെയും കെട്ടിയിരിക്കുന്നത് ഉടനെ നിങ്ങൾ കാണണം. അവയെ അഴിച്ച് എൻ്റെ അടുക്കൽ കൊണ്ടുവരിക.
ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും ചോദിച്ചാൽ കർത്താവിന് അവയെക്കുള്ള ആവശ്യമുണ്ടെന്ന് പറയുക. അവൻ ഉടനെ തന്നെ അവയെ വിട്ടുതരും. പ്രവാചകൻ വഴി പറയപ്പെട്ട വചനം പൂർത്തിയാകുവാനാണ് സംഭവിച്ചത്. സിയോൻ പുത്രിയോട് പറയുക, ഇതാ നിന്റെ രാജാവ് വിനയാന്വിതനായി കഴുതയുടെയും കഴുതക്കുട്ടിയുടെയും പുറത്ത് നിന്റെ അടുത്തേക്ക് വരുന്നു. ശിഷ്യന്മാർ പോയി യേശു കൽപ്പിച്ചതുപോലെ ചെയ്തു. അവർ കഴുതയെയും കഴുതക്കുട്ടിയെയും കൊണ്ടുവന്ന് അവിടെ മേൽ വസ്ത്രങ്ങൾ വിരിച്ചു. അവൻ കയറിയിരുന്നു. ജനക്കൂട്ടത്തിൽ വളരെ പേർ വഴിയിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചു. മറ്റു ചിലരാകട്ടെ വൃക്ഷങ്ങളിൽ നിന്ന് ചില്ലകൾ മുറിച്ച് വഴിയിൽ നിരത്തി. യേശുവിന് മുൻപിലും പിൻപിലും നടന്നിരുന്ന ജനങ്ങൾ ആർത്തു പിടിച്ചു, ദാവീദിന്റെ പുത്രൻ ഹോസാന, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതനാണ്, ഉന്നതങ്ങളിൽ ഹോസാന. അവൻ ജെറൂസലേമിൽ പ്രവേശിച്ചപ്പോൾ നഗരം മുഴുവൻ ഇളകിവശായി. ആരാണ് ഇവനെന്ന് ചോദിച്ചു. ജനക്കൂട്ടം പറഞ്ഞു, ഇവൻ ഗലീല നസ്രത്തിനുള്ള പ്രവാചകനായ യേശുവാണ്. യേശു ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടെ ക്രയവിക്രയം ചെയ്തുകൊണ്ടിരുന്നവരെല്ലാം പുറത്താക്കി. നാണയമാറ്റക്കാരുടെ മേശകള്, പ്രാവിൽപ്പനക്കാരുടെ ഇരിപ്പിടങ്ങൾ അവൻ തട്ടിമറിച്ചിട്ടു. അവനവരോട് പറഞ്ഞു, എന്റെ ഭവനം പ്രാർത്ഥനാലയങ്ങളിൽ വിളിക്കപ്പെടുമെന്ന് എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ, നിങ്ങൾ അത് കവർച്ചക്കാരുടെ ഗുഹയാക്കുന്നു. അന്തരും മുടന്തരും ദേവാലയത്തിൽ അവന്റെ അടുക്കലെത്തി. അവൻ അവരെ സുഖപ്പെടുത്തി. അവൻ ചെയ്ത വിസ്മയകരമായ പ്രവൃത്തികളെയും ദാവീദിന്റെ പുത്രൻ ഹോസാന എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് ദേവാലയത്തിൽ ആർപ്പ് വിളിക്കുന്ന കുട്ടികളെയും കണ്ടപ്പോൾ പ്രധാന പുരോഹിതന്മാരും നിയമിച്ചരും രോഷാകുലരായി. അവർ അവനോട് പറഞ്ഞു, ഇവരെന്താണ് പറയുന്നത് എന്ന് കേൾക്കുന്നില്ലയോ? യേശു പ്രതിവചിച്ചു, ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെ അതിരകളിൽ നിന്ന് നീ സ്തുതികൾ ഒരുക്കിയെന്ന് നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ലയോ? അനന്തരം അവൻ അവരെ വിട്ട് നഗരത്തിൽ നിന്ന് ബെഥാനിയയിലേക്ക് പോയി അവിടെ താമസിച്ചു. സ്നേഹമുള്ള ബഹുമാന്യനായ സൈബൺ പുള്ളുപ്പള്ളി അച്ഛ, സ്നേഹമുള്ള സഹോദര വൈദികരെ, ബഹുമാന്യരായ സിസ്റ്റേഴ്സ്, ഈ തിരുക്കർമ്മങ്ങളിൽ സജീവമായിട്ട് സംബന്ധിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, യുവജനങ്ങളെ, ഏറ്റവും വാത്സല്യമുള്ള പിതാവിന്റെ കുഞ്ഞു മക്കളെ, നമ്മുടെ കർത്താവിന്റെ രക്ഷാകര ദൗത്യം പൂർത്തീകരിച്ചിട്ട് 2025 വർഷങ്ങൾ പൂർത്തിയാകുകയാണ്. പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ 2025 അതുകൊണ്ട് വിളിക്കുന്നത് മഹാ ജൂബിലിയുടെ വത്സരമെന്നാണ്. ഈ മഹാജൂബിലിയുടെ ആഘോഷത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഈ വലിയ ആഴ്ചയിലെ തിരുക്കർമ്മങ്ങൾ നമ്മുടെ രൂപതയിലെ തോപ്പിലെ പരിശുദ്ധ മാതാവിന്റെ നാമത്തിൽ സ്ഥാപിതമായ ഈ ദേവാലയത്തിൽ ആരംഭിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷവും സംതൃപ്തിയുമുണ്ട്.
വരാൻ പോകുന്ന ഈസ്റ്ററിന് ഒരുക്കമായിട്ട് നമ്മൾ തീവ്രമായിട്ട് ഈ ദിവസങ്ങളിലെ പ്രാർത്ഥനയിലും പ്രായശ്ചിത്തത്തിലും കഴിയുകയാണ്. സഭയുടെ പിതാക്കന്മാരെ ഈ ഒരാഴ്ചക്കാലത്തെ വിളിക്കുന്നത് സഭയുടെ പ്രസവ വേദനയുടെ കാലഘട്ടമാണ്. നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിൽ അത് അങ്ങനെ തന്നെയാണ്. നമ്മൾ ധ്യാനിക്കുന്നതെല്ലാം തന്നെ കർത്താവിന്റെ സങ്കടങ്ങളെയും സംഘർഷങ്ങളെയും കർത്താവ് കടന്നുപോയ വലിയ വെല്ലുവിളികളെയൊക്കെയാണ്. പക്ഷെ അത് ആരംഭിക്കുന്നത് ഒരു കുടുംബത്തിൽ നിന്നാണ്. അത് അവസാനിക്കുന്നത് ഉത്ഥാന പെരുന്നാളിലാണ്. അതുകൊണ്ട് തന്നെ ഈ മഹാജൂബിലിയുടെ വത്സരത്തില് നമ്മൾ ആഘോഷിക്കുന്ന ഈ വലിയ ആഴ്ചയിലെ എല്ലാ തിരുക്രമങ്ങളുടെയും മുഖ്യ ചിന്താ വിഷയം പ്രത്യാശയുടെ പ്രഘോഷകരാകുക, പ്രത്യാശയുടെ പ്രേക്ഷിതരാകുക, പ്രത്യാശയുടെ വലിയ പ്രകാശം ലോകത്തിലേക്ക് കൊടുക്കുവാനായിട്ട് നിങ്ങൾക്ക് കഴിയട്ടെ. ഇന്നത്തെ വായനകൾ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടു എന്ന് എനിക്കറിയാം. ആദ്യത്തെ വായന ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നിന്നാണ് എഴുതിയിരിക്കുന്നത്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിലെ 49-ാമത്തെ അധ്യായത്തിലെ 2 തുടങ്ങി 12 വരെയും 22 തുടങ്ങി 26 വരെയുള്ള വചനഭാഗങ്ങളാണ് വായിച്ചു കേട്ടത്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിലെ കർത്താവ് പറയുന്നത് യൂദാ വംശത്തെക്കുറിച്ചാണ്. യൂദാ വംശത്തെ കർത്താവ് പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്തു എന്ന്, നീ അനുഗ്രഹീതനാണ്, ആര് നിനക്കെതിരെ പോരാടിയാലും നീ പരാജയപ്പെടുകയില്ല, നിന്റെ വിജയം. ക്രിസ്തുവിന്റെ പീഡാനുഭവ വാരത്തിന്റെ മുന്നോടിയായുള്ള ഓശാന ഞായർ ചടങ്ങുകൾ സംസ്ഥാനത്തെ വിവിധ ദേവാലയങ്ങളിൽ നടക്കുകയാണ്. യേശു കഴുതപ്പുറത്തേറി ജെറുസലേമിലേക്ക് വന്ന സമയത്ത് ഒലീവ് ഇലകൾ വീശിയ ആളുകൾ ദൈവപുത്രന് സ്തുതി പാടിയതിന്റെ ഓർമ്മയ്ക്കായാണ് കുരുത്തോല പ്രദക്ഷിണം നടക്കുന്നത്. വിവരങ്ങളുമായി ഡാൻ കുര്യൻ തിരുവനന്തപുരത്ത് നിന്ന് ഒരിക്കൽ കൂടി. ഡാൻ, പ്രദക്ഷിണം പുരോഗമിക്കുമ്പോൾ എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? തിരുവനന്തപുരത്ത് ചടങ്ങുകൾ നഗരപ്രദക്ഷിണം കഴിഞ്ഞ് തിരികെ പാളയം ദേവാലയത്തിലേക്ക് തന്നെ എത്തുകയാണ്. നൂറുകണക്കിന് വിശ്വാസ സമൂഹമാണ് ഈ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ദേവാലയത്തിലേക്ക് രാവിലെ കുർബാനയ്ക്ക് വേണ്ടി എത്തിയത്. കുരുത്തോല പ്രദക്ഷിണവുമായി ബന്ധപ്പെട്ട പരമ്പരാഗതമായ ചടങ്ങുകളോടെയാണ് പാളയം സെന്റ് ജോസഫ് കത്തീഡ്രൽ ദേവാലയത്തിലെ കുരുത്തോല പ്രദക്ഷിണവും അതിനുശേഷമുള്ള കുർബാനയുമൊക്കെ നടക്കുന്നത്. വിശുദ്ധ വാരത്തിലേക്ക് ക്രൈസ്തവ സമൂഹം കടക്കുന്ന പശ്ചാത്തലം, അതുകൊണ്ട് തന്നെ ഏറെ പ്രാധാന്യത്തോടെ ക്രൈസ്തവ സമൂഹം കാണുന്ന ഒരു വാരത്തിന് തുടക്കമാകുകയാണ് ഇന്ന്. ഇനിയുള്ള ഒരാഴ്ച പ്രാർത്ഥനകളുടെയും വ്രതത്തിന്റെയും നോമ്പിന്റെയും ഒക്കെ ഏറ്റവും കാഠിന്യം നിറഞ്ഞ ഒരു ആഴ്ച തന്നെയാണ്. അതിന്റെ ഒരു തുടക്കം തന്നെയാണ് ഈ ഓശാന ഞായർ. അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ഈ സെന്റ് ജോസഫ് കത്തീഡ്രൽ ദേവാലയത്തിന് പുറമെ പട്ടം സെന്റ് മേരീസ് കത്തീഡ്രൽ ദേവാലയത്തിലും അതോടൊപ്പം തന്നെ ലൂർദ് പള്ളിയിലുമൊക്കെ സമാനമായ തരത്തിൽ കുരുത്തോല പ്രദക്ഷിണങ്ങൾ നടക്കുന്നുണ്ട്. ബെച്ചലീസ് മാർ ക്ലിമിസ് കാതോലിക്ക ബാവയായിരിക്കും പട്ടം സെന്റ് മേരീസ് കത്തീഡ്രൽ ദേവാലയത്തിൽ നടക്കുന്ന ചടങ്ങുകൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ ലൂർദ് ഫെറോന ദേവാലയത്തിലും സമാനമായ തരത്തിൽ കുരുത്തോല പ്രദക്ഷിണമുണ്ട്. തിരുവനന്തപുരം നഗരത്തിലെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ നടക്കുന്നത് ഈ 3 ഇടങ്ങളിലാണ്. ഇവിടെ തന്നെ ഈ പാളയം സെന്റ് ജോസഫ് കത്തീഡ്രൽ ദേവാലയത്തിൽ സംയുക്ത കുരിശിന്റെ വഴിയടക്കം വരുന്ന വെള്ളിയാഴ്ച നടക്കും. അതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്തിന്റെ മുഖമായി മാറിയ ഒരു ദേവാലയം കൂടിയാണ് പാളയം സെന്റ് ജോസഫ് കത്തീഡ്രൽ ദേവാലയം. ആ ദേവാലയത്തിൽ അതിന്റെ പാരമ്പര്യത്തിന്റെ തനിമ ചോരാതെയാണ് ഇത്തവണയും ഈ വിശുദ്ധ വാരവുമായി ബന്ധപ്പെട്ട ഈസ്റ്ററുമായി ബന്ധപ്പെട്ട ചടങ്ങുകളൊക്കെ നടക്കുന്നത്. അതിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള
കുരിശിന്റെ വഴി, അതോടൊപ്പമുള്ള മറ്റ് ചടങ്ങുകൾ, അതൊക്കെ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾക്ക് സജ്ജമാകുന്നു. ഇപ്പോൾ കുരുത്തോല പ്രദക്ഷിണം ദേവാലയത്തിനുള്ളിലേക്ക് എത്തിയിരിക്കുകയാണ്. അല്പസമയത്തിനകം ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോ അദ്ദേഹത്തിന്റെ കാർമ്മികത്വത്തിൽ മറ്റ് ചടങ്ങുകളും കുർബാനയും നടക്കും. ഡാനാണ് വിവരങ്ങൾ നൽകിയത്. നഗരപ്രദക്ഷിണം പൂർത്തിയായിരിക്കുന്നു. വിശ്വാസികൾ പ്രദക്ഷിണം പൂർത്തിയാക്കി മടങ്ങുകയാണ്. ഇന്ന് ക്രൈസ്തവ ദേവാലയങ്ങളിലെല്ലാം വളരെ വിപുലമായ ചടങ്ങുകൾ നടക്കുന്നുണ്ട്. ഓശാന ഞായറിനോടനുബന്ധിച്ച് ഇനിയുള്ള ഒരാഴ്ച ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ച് ഏറ്റവും വിശ്വാസപരമായി ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പെസഹ വ്യാഴവും ദുഃഖവെള്ളിയും കഴിഞ്ഞ് ഉയർപ്പിന്റെ പെരുന്നാൾ അടുത്ത ഞായറാഴ്ചയാണ്. തിരുവനന്തപുരത്തെ കുരുത്തോല പ്രദക്ഷിണത്തിൽ നൂറുകണക്കിന് വിശ്വാസികളാണ് പങ്കുചേർന്നത്. കൊടുക്കപ്പെട്ട രാത്രി നീതിക്ക് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിച്ച കർത്താവിനെ ഹെറോദോസ് ഉപേക്ഷിക്കുന്നു, പീലാത്തോസ് കൈവിടുന്നു. യഹൂദന്മാരുടെ മുറവിളിയുടെ നടുവിലെ അവനെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നു. ഏറ്റവും അപമാനകരമായിട്ടുള്ള മരണം അത് കുരിശിലാണ്. അവൻ കുരിശ് ചുമന്നുകൊണ്ടാണ് കാൽവരിയിലേക്ക് പോയത്. പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആ കുരിശാണ് ഇന്ന് വിജയത്തിന്റെ അടയാളം. എവിടെയാണോ വേദനയുള്ളത് അവിടെ പ്രസവം അടുത്തുവെന്ന് തിരിച്ചറിയുക. എവിടെയാണോ സംഘർഷമുള്ളത് അവിടെ ദൈവം നിന്നെ ഓർക്കുന്നുവെന്ന് നീ മനസ്സിലാക്കുക. ഇന്നത്തെ ലേഖന വായന പൗലോസ് അപ്പോസ്തലൻ റോമായിൽ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിലെ 11-ാമത്തെ അധ്യായത്തിലെ 13 തുടങ്ങി 24 വരെയുള്ള വചനങ്ങളാണ് ഇന്നത്തെ വായന. അപ്പോസ്തലൻ വളരെ സന്തോഷത്തോട് പറയുന്ന ഒരു കാര്യമുണ്ട്. പത്രോസിനെ നോക്കിയിട്ടാണ് അത് പറയുന്നതെന്നാണ് പറയുന്നത്. ഞാൻ വിജാതിയർക്ക് വേണ്ടി വിളിക്കപ്പെട്ട അപ്പോസ്തലനാണ്. പത്രോസ് യഹൂദരെയാണ് മാനസാന്തരപ്പെടുത്തിയെങ്കിലേ എന്നെ തമ്പുരാൻ ഏൽപ്പിച്ചിട്ടുള്ളത് യഹൂദരുടെ കാര്യമല്ല. അഹങ്കാരത്തോടുകൂടെ പൗലോസ് പറയുന്നുണ്ട്,
ഞാൻ ഗമാലിയലിന്റെ ശിഷ്യനാണ്. അന്നത്തെ ഏറ്റവും വലിയ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി, കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയാണ് ഗമാലിയല്. ഞാൻ ഗമാലിയലിന്റെ സ്കൂളിൽ പഠിച്ചവനാണ്. നീ മുക്കുവനാണ്. നിനക്ക് എത്ര വിവരമുണ്ടെന്ന് നാട്ടുകാർക്കറിയാം. പക്ഷെ ഞാൻ നിന്നോട് പറയുന്നു, എന്നെ തമ്പുരാൻ വിളിച്ചത് നിന്റെ ദൗത്യം പൂർത്തിയാക്കാൻ കരം തരാനാണ്. നീ യഹൂദന്മാരോട് പ്രസംഗിച്ചുവെങ്കിൽ ഞാൻ വിളിക്കപ്പെട്ടത് വിജാതീയരോട് പ്രസംഗിക്കാനാണ്. നിങ്ങൾ വിശ്വസിക്കുന്നുവെന്ന് എനിക്കറിയാം. പത്രോസ് മാത്രമായിരുന്നുവെങ്കിലേ കർത്താവിന്റെ സഭ ജെറൂസലേമിൽ അവസാനിച്ചേനെ. അതിനപ്പുറത്തേക്ക് പോകാൻ അതിന് കഴിയില്ല. പൗലോസിനെ തട്ടി താഴെയിട്ടത്, പത്രോസിന് പറ്റാത്തത് പൗലോസിനെ കൊണ്ട് ചെയ്യിപ്പിക്കണമെന്ന് കർത്താവിന് നിർബന്ധമുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ എല്ലായിടത്തും ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്. നോട്ട് കോമ്പറ്റീഷൻ ബട്ട് കോംപ്ലിമെന്റിങ്. ഭാര്യ ഭർത്താവിന് കോംപ്ലിമെന്റിങ് ആണ്, ഭർത്താവ് ഭാര്യയ്ക്ക് കോംപ്ലിമെന്റിങ് ആണ്, മക്കളും കുടുംബവും കോംപ്ലിമെന്റിങ് ആണ്. നമ്മൾ വെറുതെ വഴക്ക് കൂടിയിട്ട് കാര്യമില്ല. നമ്മൾ വെറുതെ ദ്വന്ദ്വയുദ്ധം നടത്തിയിട്ട് കാര്യമില്ല. പരസ്പരം കൂട്ടായ്മയിലെ മുന്നോട്ട് പോകുക. കോട്ടയം മണ്ണാർക്കാട് സെന്റ് മേരീസ് യാക്കോബായ പള്ളിയിലും ഓശാന ചടങ്ങുകൾ നടന്നു. കോട്ടയത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. ശ്രീജിത്ത് വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന്. ശ്രീജിത്ത്, ആരാണ് അവിടെ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത്? ഏതുവരെയായി ചടങ്ങുകൾ? സംസ്ഥാനത്തെ വിവിധ ദേവാലയങ്ങളിൽ ഓശാന ഞായറിനോടനുബന്ധിച്ചുള്ള ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ഓശാന ഞായർ കുരുത്തോല പെരുന്നാളായിട്ടാണ് ആചരിക്കുന്നത്. കുരുത്തോല പ്രദക്ഷിണം ദേവാലയങ്ങളിൽ നടന്നു. വിവിധ മത മേലധ്യക്ഷന്മാർ വിവിധ ദേവാലയങ്ങളിൽ ഇന്നത്തെ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി സംസ്ഥാനത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള ചടങ്ങുകളുടെ ദൃശ്യങ്ങളാണ് കണ്ടത്. ഇനി ഓശാന ദിനത്തിലെ കൗതുകമുള്ള ഒരു കാഴ്ചയിലേക്ക്. ഇടുക്കി രാജാക്കാട്ടുകാർ ഇന്ന് ഈ ഓശാന ഞായറിൽ പ്രദക്ഷിണമൊക്കെ നടത്തുമ്പോൾ അതൊരു മതസൗഹാർദ്ദത്തിന്റെ വലിയ സന്ദേശം കൂടിയാവുന്നുണ്ട്. രാജാക്കാട് ക്രിസ്തുരാജ ഫൊറാന ദേവാലയത്തിൽ ഓശാന ദിവസം ആവശ്യമായ മുഴുവൻ കുരുത്തോലകളും എത്തിക്കുന്നത് ഓണംപാറയിലെ മോഹനാണ്. 8 വർഷമായി രാജാക്കാട്ടുകാർ ഓശാന തിരുനാളിന്റെ സന്ദേശം പങ്കുവയ്ക്കുന്നത് ഓണംപാറയിൽ മോഹനൻ ദേവാലയത്തിലെത്തിക്കുന്ന കുരുത്തോലകൾ കൈകളിലേന്തിയാണ്. വർഷങ്ങൾക്ക് മുൻപ് ഹൈറേഞ്ചിൽ തെങ്ങുകൾക്ക് വിവിധ രോഗം ബാധിച്ചപ്പോൾ കുരുത്തോല ശേഖരണം പ്രതിസന്ധിയിലായി. ഇത് മനസ്സിലാക്കിയ മോഹനൻ തന്റെ പുരയിടത്തിലെ 23 തെങ്ങുകളിൽ നിന്നും ഓല ശേഖരിച്ച് പള്ളിയിൽ എത്തിക്കുകയായിരുന്നു. 8 വർഷമായി ഇത് തുടരുന്നു. നമ്മളിവിടെ തെങ്ങ് നിൽക്കുമ്പോൾ ഒരു വെറും ഓലയത്, ഇത് പള്ളി ചെന്ന് വെഞ്ചിരിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് മാറി. ഞായറാഴ്ച ദിവസം ഇത് അന്നത്തെ ദിവസം പെരുന്നാളിൻ്റെ അന്ന് ഇത് കൊണ്ട് വരുന്നത് എനിക്കൊരു ഭയങ്കര ഒരു ഇതാണ്. എല്ലാവരും ഒരേ സമയത്ത് ഈ ഓലയും കൊണ്ട് വരുമ്പോൾ പിന്നെ ഇത് വെച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങനെയാണ് ഇത് കൊടുക്കാന്നുള്ള ഒരു ഇത് വെച്ച് ഇത് എല്ലാ വർഷവും കൊടുത്തേക്കാം. 1000-ലധികം കുടുംബങ്ങളുള്ള ഇടവക ദേവാലയത്തിൽ 5000-ലധികം ഓലകളാണ് ഓശാന ദിനം ആവശ്യമായി വരിക. ടൗൺ ദേവാലയമായതിനാൽ സമീപ ഇടവകകളിൽ നിന്നും വിശ്വാസികൾ എത്തും. ഓശാന ദിനത്തിന് മുന്നോടിയായി ശനിയാഴ്ച തന്നെ മോഹനൻ ഓലകൾ വെട്ടിയൊരുക്കി ദേവാലയത്തിലെത്തിക്കും. ഈ വർഷം നമ്മൾ കുരുത്തോല പെരുന്നാളിനുള്ള ഓല 8ാമത്തെ വർഷമാണ് നമ്മൾ കൊടുക്കുന്നത്. ഓല ഇല്ലാത്തതിൻ്റെ ഒരു ഇതുകൊണ്ടാണ് നമ്മൾ എല്ലാ വർഷവും കൊടുത്തേക്കാന്ന് പറഞ്ഞത്. അപ്പോൾ ഈ വർഷം ഇവിടെ നമുക്കും കുറഞ്ഞു വരുവാണ് ഓല. അതുകൊണ്ട് ഈ വർഷം കുറച്ച് ഉള്ളത് കുരുത്തോല പെരുന്നാളിനായിട്ട് നമ്മൾ കൊടുത്തേക്കാം. രാജാക്കാട്ടിൽ ബാർബർ ഷോപ്പ് നടത്തുന്ന മോഹനൻ സമീപ ഇടവകയായ ജോസ്ഗിരി ദേവാലയത്തിലേക്കും ആവശ്യമായ കുരുത്തോലകൾ നൽകുന്നുണ്ട്. ന്യൂസ് 18 ഇടുക്കി.
മുനമ്പത്തെ പ്രശ്നങ്ങൾ പൂർണ്ണമായി പരിഹരിക്കാൻ പുതിയ വഖഫ് നിയമത്തിനാവില്ലെന്ന് തുറന്നടിച്ച് കോട്ടപ്പുറം രൂപത. പുതിയ വഖഫ് നിയമത്തിൽ നെഗറ്റീവായ കാര്യങ്ങളുമുണ്ടെന്ന് മുനമ്പം ഉൾപ്പെടുന്ന കോട്ടപ്പുറം രൂപതയുടെ അധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ ആംബ്രോസ് പുത്തൻവീട്ടിൽ പ്രതികരിച്ചു. അമുസ്ലിങ്ങളെ ബോർഡിൽ ഉൾപ്പെടുത്തുന്ന വ്യവസ്ഥയടക്കം ഒട്ടും പോസിറ്റീവായ കാര്യമല്ല. നിയമത്തിൽ മറ്റെന്തെങ്കിലും ദുരുദ്ദേശങ്ങൾ ഉണ്ടോ എന്ന് വിശദമായി പഠിച്ചാലേ പറയാനാകൂ എന്നും ബിഷപ്പ് ആംബ്രോസ് Q18 പറഞ്ഞു. മുനമ്പം സമരത്തിന് എല്ലാ പരിഹാരവുമായി വഖഫ് നിയമ ഭേദഗതി ബില്ലോടെ എന്ന് ആവർത്തിച്ചു പറയുന്നു BJP നേതാക്കന്മാരെല്ലാവരും തന്നെ. അങ്ങനെ സഭ കരുതുന്നുണ്ടോ? കോട്ടപ്പുറം രൂപത അങ്ങനെ കരുതുന്നുണ്ടോ? സഭയും കോട്ടപ്പുറം രൂപതയും ഇത് പൂർണ്ണമായിട്ടും പരിഹരിച്ചതായിട്ട് കരുതുന്നില്ല. ശാശ്വത പരിഹാരം കാണണമെങ്കിൽ ഇത് കോടതിയിൽ നിന്നുള്ള വിധി വന്നിട്ട്, പ്രത്യേകിച്ച് വഖഫ് ബോർഡിൻ്റെ പേരിൽ ഇവരുടെ പേരുകൾ രജിസ്റ്റർ കയറിയിട്ടുണ്ട്. ആ പേരുകൾ രജിസ്റ്റർ മാറിക്കഴിഞ്ഞു റവന്യൂ അവകാശം പുനഃസ്ഥാപിച്ചാൽ മാത്രമേ ഇതിന് പ്രശ്നത്തിന് പരിഹാരമായി എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. ഈ അമെൻമെൻറ്റിൽ തന്നെ ചില പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്, ചില നെഗറ്റീവായിട്ടും. ഞാനിപ്പോൾ ഇത് വായിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമെൻമെന്റിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടോ? നെഗറ്റീവായിട്ട് ഞാൻ കാണുന്നത് പ്രത്യേകിച്ച് ഒരു ബോർഡിൻ്റെ അകത്ത് മുസ്ലിങ്ങളല്ലാത്തവരെ ചേർക്കുക എന്നുള്ളത് അത് പോസിറ്റീവായിട്ട് ഞാൻ കാണുന്നില്ല. രണ്ടാമതായിട്ട് ഞാൻ കാണാത്തൊരു കാര്യം, പ്രത്യേകിച്ച് 5 വർഷം മുസ്ലിമായ ആളുകൾ ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത്. പിന്നെ വഖഫ് ആയിട്ട് ബുദ്ധിമുട്ടുള്ള ഒരുപാട് മുസ്ലിം സഹോദരങ്ങൾ ഇവിടെ മുനമ്പത്ത് വന്നിട്ടുണ്ടാകും. അവർ പറഞ്ഞു ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന്. അപ്പം ഒരുപാട് മക്കൾ ഇതിൻ്റെ പിന്നിൽ. പക്ഷേ അതെനിക്ക് തോന്നുന്നു ഒരു എന്താ പറയുക, അതിൻ്റെ ഓർഡർ വിട്ടുപോയതുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ ഓർഡർ വരാൻ വേണ്ടിയാണ് ഈ അമെൻഡ്മെൻറ്റ് വന്നതെങ്കിൽ പോസിറ്റീവായിട്ട് കാണാം. മറ്റു ദുരുദ്ദേശങ്ങളുണ്ടെങ്കിൽ അതാ പറഞ്ഞത്, ഇതൊക്കെ പഠിക്കണമെന്നുള്ള കാര്യം പറഞ്ഞത്. കാരണം ഇപ്പോൾ നമുക്കതിനു വേണ്ടി 6 മാസം ആഗസ്റ്റിൽ ചെയ്യേണ്ടിരുന്നത് 6 മാസം നീട്ടി കിട്ടിയപ്പോൾ എല്ലാ പാർട്ടികൾക്കും പഠിക്കാനായിട്ട് അവസരം ഉണ്ടായിരുന്നു. ഈ ബില്ലിൽ ദുരുദ്ദേശമുണ്ടോ ഇല്ലയോ എന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല. അത് പഠിക്കണം, അതാണോ നിലപാട്? ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. കാരണം വേറെ ഏതെങ്കിലും ഇതുണ്ടോ എന്ന് നമുക്കറിയില്ല. നമുക്ക് ഇപ്പോൾ ഇത്രയും ഈ ഭേദഗതിയിൽ വളരെ പ്രധാനമായിട്ട് നമുക്ക് പറ്റിയേക്കുന്നത് 2A ക്ലോസാണ്. അതുമാണ് വ്യക്തമായിട്ട് നമുക്ക് തോന്നിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഇപ്പം പാർലമെൻറ്റിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ബില്ല് പാസ്സാകുമ്പോൾ നമ്മൾ വളരെ വ്യക്തമായിട്ട് ഓരോ പൗരനും അറിഞ്ഞിരിക്കേണ്ടതാണ്. പക്ഷെ നമ്മൾ ആരും പഠിക്കുന്നില്ല എന്നുള്ളതാണ്. കേരളത്തിലേതുപോലെയല്ല ജബൽപൂരിലടക്കം കാര്യങ്ങൾ നടക്കുന്നതെന്ന് കോട്ടപ്പുറം ബിഷപ്പ്. ജബൽപൂരിലടക്കം നടക്കുന്ന ആക്രമണങ്ങളാണ് ഇവിടുത്തെ ക്രൈസ്തവരെ കൂടുതൽ ആശങ്കപ്പെടുത്തുന്നതെന്നും ബിഷപ്പ് ആംബ്രോസ് പുത്തൻവീട്ടിൽ പറഞ്ഞു. ചരിത്രം മറന്നു പോകരുത്. മതഭ്രാന്തന്മാർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. ഇതുവരെ ശുശ്രൂഷിച്ചിരുന്നവരെ പോലും എന്തുകൊണ്ടാണിപ്പോൾ ശത്രുക്കളെ പോലെ കാണുന്നത്? ഇതുപോലെയുള്ള വിഷയങ്ങൾ ഈ കേരളത്തിൽ നടക്കില്ലെന്നും കോട്ടപ്പുറം ബിഷപ്പ് Q18 പറഞ്ഞു. സ്വത്ത് അവകാശങ്ങളിൽ, സ്വത്ത് തർക്കങ്ങളിൽ മുനമ്പം ജനതയ്ക്കൊപ്പം നിൽക്കുകയാണ് എന്നാണ് BJP പറയുന്നത്. ആ സമരം അതിനൊപ്പം പിന്തുണ കൊടുക്കുകയാണ്. പക്ഷേ സഭാ തർക്കങ്ങൾ കുറേ ആയിട്ട് ഇവിടെ നടക്കുന്നുണ്ട്, പല സഭകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള, അതും ഈ സ്വത്ത് തർക്കങ്ങളുമായിട്ട് കണക്ട് ചെയ്ത കാര്യമാണ്. അതിനകത്ത് പക്ഷേ BJP ഒരിക്കലും എന്തെങ്കിലും ഒരു പരാമർശം നടത്തിയിട്ടില്ല. അതിലൊരു ഡബിൾ നിലപാടുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, ഓരോ പാർട്ടിയുടെ ഇടപെടലിനെ കുറിച്ച് ഞാൻ പറയാൻ വലിയ ആളൊന്നുമല്ല. പക്ഷേ എന്നെ ആശങ്കപ്പെടുത്തുന്നത് ഈ കേരളത്തിലെ കാര്യങ്ങളല്ല, നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന വലിയ ആക്രമണങ്ങളൊക്കെയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ചരിത്രം മറന്നു പോകുന്ന ആളുകൾ അത് ചിലപ്പോൾ നമ്മൾ ഫനാറ്റിക് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാകുന്നതാണ്. എന്തുകൊണ്ട് ഇത്രയും നാളിപ്പോൾ ഈ ശുശ്രൂഷിച്ചിരുന്ന ആളുകൾ അല്ലെങ്കിൽ അവരൊക്കെ പെട്ടെന്ന് ശത്രുക്കളായി തീരാൻ കാരണം എന്താണ്? എന്തുകൊണ്ട് അവിടെ നശിപ്പിക്കപ്പെടുന്നു അല്ലെങ്കിൽ പള്ളി ആക്രമിക്കപ്പെടുന്നു? ഇവിടെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ നല്ലൊരു എഡ്യൂക്കേഷൻ കൊടുക്കാത്തതുകൊണ്ടാണ്, യഥാർത്ഥത്തിൽ ചിന്തിക്കുന്ന മനുഷ്യർ. അതുകൊണ്ടാണ് കേരളത്തിൽ ഇങ്ങനെയൊന്നും നടക്കാത്തത്. ഈ ജബൽപൂരിലടക്കം നടക്കുന്ന ഈ ആക്രമണങ്ങളൊക്കെ അത് കേരളത്തിലും ക്രൈസ്തവ അധ്യക്ഷന്മാരെ സംബന്ധിച്ചിടത്തോളം ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും ആ വിഷയത്തിലാണ് ഇടതുപക്ഷവും കോൺഗ്രസും പറയുന്നത്, അവിടെ പള്ളികൾ ആക്രമണം നടത്തുന്നവർ ഇവിടെ സമരത്തിന് പിന്തുണ നടക്കുന്നത് പ്രഹസനമാണെന്നാണ് BJPക്കെതിരെയുള്ള ആരോപണം.
അതുകൂടി പരിശോധിക്കേണ്ട കാര്യമാണെന്നാണോ നേരത്തെ ചരിത്ര പഠനം വേണം എന്നതായിട്ട് ബിഷപ്പ് ഉദ്ദേശിച്ചത്? ഞങ്ങളുടെ ചരിത്ര പഠനത്തിൽ അതൊക്കെ എല്ലാം വരും. കാരണം ഞാൻ പറഞ്ഞത് കേരളം വേറെ, ഈ നോർത്ത് ഇന്ത്യയുടെ നടക്കുന്ന വേറെ. അത് നമുക്കറിയാം. കാരണം കേരളത്തിലെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച കേരളത്തിലെ ഈ എല്ലാ മന്ത്രിമാരും വിചാരിച്ചാൽ ഒരു മാറ്റം വരുത്താൻ പറ്റില്ല എന്നുള്ളത് അറിയാം. നമുക്കിവിടെ കിടന്ന് ശബ്ദിക്കാനേ പറ്റുള്ളൂ. ആർക്കും ഇടപെടാൻ പറ്റിയിട്ടുണ്ട്. മണിപ്പൂരിൽ ഇത്രയും നാൾ നടന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റി? ആർക്കും ഇടാൻ പറ്റിയിട്ടില്ല. ഇവിടെ നിന്ന് അവിടെ ഇവിടെ നിന്ന് പറയാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എത്രമാത്രം കഴിവില്ലാത്തവരാണ് എന്നുള്ളൊരു അറിവ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഈ ക്രൈസ്തവ അല്ലെങ്കിൽ കത്തോലിക്ക ഈ ആദർശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷമിക്കുക എന്നുള്ളത് തന്നെയാണ്. കൊന്നാൽ പോലും ക്ഷമിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഈ കേരള അല്ലെങ്കിൽ കത്തോലിക്ക സഭയെ ഏത് വിധത്തിലും പീഡിപ്പിക്കപ്പെട്ടെന്ന് വെച്ചാൽ പോലും ഞങ്ങൾക്ക് പറയാനുള്ളത് സ്നേഹിക്കുക എന്നുള്ളത് തന്നെയാണ്. വരുന്ന തെരഞ്ഞെടുപ്പിൽ ലത്തീൻ സമുദായം ശക്തമായ രാഷ്ട്രീയ നിലപാടെടുക്കുമെന്നും കോട്ടപ്പുറം രൂപത അതിന്റെ മുന്നിൽ നിൽക്കുമെന്നും ബിഷപ്പ് ആംബ്രോസ് പുത്തൻവീട്ടിൽ കൂട്ടിച്ചേർത്തു. മുനമ്പം മാത്രമല്ല ലത്തീൻ സമുദായത്തിന് മുന്നിലുള്ള വിഷയം. അർഹമായ ആനുകൂല്യങ്ങൾ കിട്ടുന്നതിനും സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്നതിനും വാർഡ് തലം തൊട്ട് പ്രവർത്തനങ്ങൾ തുടങ്ങുകയാണെന്നും രൂപത അതിന് നേതൃത്വം കൊടുക്കുമെന്നും അദ്ദേഹം Q18-ൽ പറഞ്ഞു. മുനമ്പം അടുത്ത തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ, വോട്ടുകളെ ബാധിക്കുമോ എന്നുള്ളതാണ്. കേരളത്തിലെ ജനത രാഷ്ട്രീയ പ്രബുദ്ധതയുള്ളതാണ്. അവർക്ക് നെല്ലും പതിരും വേർതിരിച്ചറിഞ്ഞ് ഈ വിഷയത്തിനകത്ത് കൃത്യമായൊരു നിലപാടെടുക്കാൻ അറിയാം എന്നുകൂടിയാണ്. മുനമ്പം മാത്രമല്ല, ലത്തീൻ സമുദായം ഞങ്ങൾ ശക്തമായ രാഷ്ട്രീയ നിലപാട് എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് മുനമ്പത്തെ കണ്ടിട്ട് മാത്രമല്ല, മുനമ്പം ഒരു വസ്തുത. അതുകൂടാതെ ഞങ്ങളിപ്പം ഈ എന്തുകൊണ്ട് ആനുകൂല്യങ്ങൾ, ചില ആനുകൂല്യങ്ങൾ കിട്ടേണ്ടതൊക്കെ കിട്ടണം എന്ന രീതിയിൽ അതിന് വാർഡ് തലത്തിലും മറ്റു രീതിയിലൊക്കെ അവരൊക്കെ ഒന്ന് എംപവർ ചെയ്യേണ്ടത് ആവശ്യമാണ്. പ്രത്യേകിച്ച് സ്ത്രീകളുടെ സാന്നിധ്യമൊക്കെ കത്തോലിക്ക സഭ വഴിയെങ്കിലും ശക്തമാക്കണമെന്ന് 50 എന്നൊക്കെ പറയുന്ന രീതിയിൽ സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യണം എന്ന ആഗ്രഹമുണ്ട്. അതിനാൽ അതിന് മുന്നിൽ ഈ കോട്ടപ്പുറം രൂപത ഉണ്ടാവും. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. കോട്ടപ്പുറം ബിഷപ്പ് ഡോക്ടർ ആംബ്രോസ് പുത്തൻവീട്ടിലുമായി അപർണ കുറുപ്പ് നടത്തിയ അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം ഇന്ന് രാത്രി 9 മണിക്ക് കാണാം. മറ്റു വാർത്തകളിലേക്ക്. വഖഫ് പ്രതിഷേധത്തിനിടെ സംഘർഷമുണ്ടായ ബംഗാളിൽ അതീവ ജാഗ്രത. സംഘർഷ മേഖലയിലേക്ക് 5 കമ്പനി BSF-നെ കൂടി വിന്യസിച്ചു. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറിയുമായും DGP-യുമായും വീഡിയോ കോൺഫറൻസിംഗിലൂടെ ചർച്ച നടത്തി. സംഘർഷത്തിൽ ഇതുവരെ 3 പേരാണ് കൊല്ലപ്പെട്ടത്. ER രാഗേഷ് വിവരങ്ങളുമായി. രാഗേഷ്, വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക്, സംഘർഷത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോവുകയാണ്. ഇപ്പോൾ ത്രിപുരയിൽ നിന്നും പ്രതിഷേധം അക്രമാസക്തമാവുന്നു എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ടല്ലോ. ശ്രീജാതെ, വഖഫ് ബില്ല് പാർലമെന്റ് പാസാക്കിയത് പിന്നാലെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ പ്രതിഷേധം നടക്കുന്നുണ്ട്. പക്ഷേ ബംഗാളിലും അത്തരം പ്രതിഷേധങ്ങൾ നടന്നിരുന്നു. എന്നാൽ അത് കഴിഞ്ഞ 2 ദിവസമായി അക്രമാസക്തമാകുന്നതാണ് കാണുന്നത്. കാരണം മിനിഞ്ഞാന്ന് അവിടെ പോലീസ് ജീപ്പ് കത്തിച്ചു, വാഹനങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായി. ഒപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസിന്റെ ന്യൂനപക്ഷ വിഭാഗത്തിനുള്ള MLA-യുടെയും MP-യുടെയും ഓഫീസുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായി. ഇന്നലെയും സാഹചര്യം സമാനം തന്നെയായിരുന്നു. പ്രത്യേകിച്ച് അവിടെ ദേശീയപാത അടക്കം ഉപരോധിച്ചുകൊണ്ടുള്ള നടപടിയാണ് പ്രതിഷേധക്കാരുടെ ഭാഗത്തുനിന്നുണ്ടായത്. തുടർന്ന് അവരെ പിരിച്ചുവിടാൻ പോലീസിന് വെടിവെക്കേണ്ടി വന്നു എന്ന് തന്നെ DGP വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇതുവരെ സംഘർഷത്തിൽ 3 പേർ കൊല്ലപ്പെട്ടു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട്, അക്രമ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് 150 പേരെ കസ്റ്റഡിയിലെടുത്തു എന്നാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിരിക്കുകയും ചെയ്യുന്നത്. പക്ഷേ മുർഷിദാബാദ് ജില്ലയിലെ സാഹചര്യം സാധാരണഗതിയിൽ ആയി എന്ന് ഈ ഘട്ടത്തിലും പറയാൻ കഴിയില്ല. എപ്പോൾ വേണമെങ്കിലും സംഘർഷം വീണ്ടും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ പോലീസ് അവിടെയുണ്ട്. ഒപ്പം തന്നെ BSF-നെയും വിന്യസിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ BSF അവിടെ എത്തിയിരുന്നു. 5 കമ്പനി BSF-നെ കൂടി, സംസ്ഥാനത്തിന്റെ ആവശ്യം കൂടി പരിഗണിച്ചുകൊണ്ട് 5 കമ്പനി BSF-നെ കൂടി ഇപ്പോൾ അവിടെ വിന്യസിച്ചിരിക്കുകയാണ്. ഏതായാലും ഇന്നലെ ഈ വിഷയം കൽക്കട്ട ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വന്നിരുന്നു. വലിയ വിമർശനം സംസ്ഥാന സർക്കാരിനെതിരെ കോടതി ഉന്നയിച്ചു. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി നൽകിയ ഹർജിയാണ് കോടതി പരിഗണിച്ചത്. കേന്ദ്രസേനയെ ആവശ്യമെങ്കിൽ വരുത്തണം എന്ന പരാമർശം കോടതി നടത്തി. മാത്രമല്ല, കണ്ണടച്ച് ഇരുട്ടാക്കരുതെന്ന വിമർശനം കൂടി കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തു. ഏതായാലും കേന്ദ്രവും ഈ വിഷയത്തെ, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഈ വിഷയത്തെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. ഇന്നലെ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ചീഫ് സെക്രട്ടറിയുമായും ഒപ്പം DGP-യുമായും വീഡിയോ കോൺഫറൻസിലൂടെ ചർച്ച നടത്തി സാഹചര്യം വിലയിരുത്തുകയും ചെയ്തു. ഏതായാലും കൂടുതൽ സേനയെ അയക്കാൻ തന്നെയാണ് ഇപ്പോൾ
കേന്ദ്ര സർക്കാരും തീരുമാനിച്ചിട്ടുള്ളത്. ബംഗാൾ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത് അക്രമ പ്രവർത്തനം ഒരു തരത്തിലും അംഗീകരിക്കില്ല, പ്രത്യേകിച്ച് വഖഫ് നിയമം അത് സംസ്ഥാനത്ത് നടപ്പാക്കാൻ അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ച മുഖ്യമന്ത്രിയാണ് മമതാ ബാനർജി. അവിടെ തന്നെയാണ് ഇപ്പോൾ ഈ സംഭവത്തിന്റെ പേരിൽ വലിയ പ്രതിഷേധങ്ങൾ നടക്കുന്നത്. മതത്തിന്റെ പേരിൽ മതേതര പ്രവർത്തനങ്ങൾ അത് നടത്തരുതെന്ന പ്രഖ്യാപനം അല്ലെങ്കിൽ ആഹ്വാനം ഇപ്പോൾ മമതാ ബാനർജിയുടെ ഭാഗത്തുനിന്നുണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ബംഗാളിലെ സംഘർഷം അയൽ സംസ്ഥാനമായ ത്രിപുരയിലേക്കും വ്യാപിക്കുന്നു എന്ന ആശങ്കയാണ് ഇപ്പോൾ ഉള്ളത്. ഇന്നലെ ത്രിപുരയിൽ സമാനമായ രീതിയിലുള്ള പ്രതിഷേധം അക്രമാസക്തമായി. അവിടെ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ 18 പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ശ്രീജ. ശരി, രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. ന്യൂസ് ഡെസ്കിൽ നിന്ന് ബംഗാൾ അക്രമങ്ങൾ രൂക്ഷമാവുകയാണ്. ട്രെയിൻ അടക്കം തടഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധം നടക്കുന്നു. ത്രിപുരയിലും പ്രതിഷേധം അക്രമത്തിൽ കലാശിക്കുന്നുണ്ട്. മറ്റു വാർത്തകൾ നോക്കാം. ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധി നിശ്ചയിച്ച വിധിക്കെതിരെ പുനഃപരിശോധന നൽകാൻ കേന്ദ്ര സർക്കാർ ആലോചന. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇതിനായി നീക്കങ്ങൾ ആരംഭിച്ചു. അതേസമയം ഗവർണർ ബിൽ ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞ് മാറ്റിവെച്ചാൽ രാഷ്ട്രപതി സുപ്രീം കോടതിയുടെ അഭിപ്രായം തേടേണ്ടതാണെന്ന് തമിഴ്നാട് കേസിന്റെ ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. രാകേഷ് വിവരങ്ങളുമായി. രാകേഷ്, ഇത് പലപ്പോഴും ഒരു സംസ്ഥാനത്തിന് മേൽ ഗവർണർക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു സമ്മർദ്ദം ചെലുത്താൻ കഴിയുന്ന ഒരു വിഷയമായിരുന്നു. അത് ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാക്കുന്നത് പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലുമായിരുന്നു. ഇപ്പോൾ അതിനെതിരെ അതിനെ തടയിടാൻ ഏത് രീതിയിൽ തിരിച്ച് വീണ്ടും ഒരു നടപടിക്കാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ആലോചിക്കുന്നത്? അതെ ശ്രീജ, പ്രതീക്ഷിച്ചിരുന്നതാണ് അത്തരമൊരു നീക്കം. ഏതായാലും ആ നടപടികൾ ഇപ്പോൾ കേന്ദ്രം ആരംഭിച്ചിരിക്കുന്നു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ആരംഭിച്ചിരിക്കുകയാണ്. കാരണം തമിഴ്നാട് കേസിന്റെ ഗവർണർക്കെതിരായ സംസ്ഥാന സർക്കാരിന്റെ ഹർജിയിലാണ് ഇത്തരത്തിൽ സമയപരിധി നിശ്ചയിച്ചത്. അത് പിന്നീട് ഉത്തരവ് വന്നപ്പോൾ ഗവർണർക്ക് മാത്രമല്ല രാഷ്ട്രപതിക്കും 3 മാസം സമയപരിധി നിശ്ചയിച്ചുകൊണ്ട് ഈ 2-അംഗ ബെഞ്ച് JB പർദിവാല ഒപ്പം തന്നെ R മഹാദേവൻ എന്നിവർ അടങ്ങിയ ബെഞ്ചിന്റെ 415 പേജുള്ള ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു. ഏതായാലും ഇതാണ് ഇപ്പോൾ പ്രധാനമായും ചോദ്യം ചെയ്യുന്നത്. കേന്ദ്രം ഏതായാലും ഉന്നയിക്കുന്നത് കേന്ദ്രത്തിന്റെ വാദം വിശദമായി കേട്ടില്ല എന്ന ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഒരു പുനഃപരിശോധന ഹർജി ഇതേ ബെഞ്ചിൽ തന്നെ നൽകാനുള്ള തീരുമാനത്തിലേക്ക് ഇപ്പോൾ കേന്ദ്രം ആലോചിക്കുന്നത്. അതിനുള്ള നടപടികൾ തുടങ്ങുകയും ചെയ്തിട്ടുള്ളത്. മാത്രമല്ല കേന്ദ്രം ഉന്നയിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട വാദം ഒന്ന്, ഭരണഘടനയിൽ എവിടെയും സമയപരിധി പറയുന്നില്ല. പ്രത്യേകിച്ച് ആർട്ടിക്കിൾ 201 രാഷ്ട്രപതിക്ക് ഇത്തരം ബില്ലിന് മേലുള്ള തീരുമാനം എടുക്കാൻ അടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്നതാണ്. പക്ഷെ അതിലെവിടെയും ഈ 3 മാസം എന്ന സമയപരിധി പറയുന്നില്ല. അപ്പോൾ ഭരണഘടനാ ഭേദഗതി എന്നുള്ളത് ഒരിക്കലും കോടതിയുടെ പരിഗണനയിൽ വരുന്ന അല്ലെങ്കിൽ കോടതിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല, മറിച്ച് അത് നിയമനിർമ്മാണ സഭകൾ ചെയ്യേണ്ടതാണ്. പാർലമെന്റ് അടക്കം നിയമസഭകൾ അടക്കം ചെയ്യേണ്ട കാര്യമാണ്. അതിലെങ്ങനെ കോടതിക്ക് ഇടപെടാൻ കഴിയുമെന്ന വാദമാണ് കേന്ദ്രം ഉന്നയിക്കുന്നത്. ഏതായാലും ഇന്നലെ കേരള ഗവർണർ അടക്കമുള്ളവർ സമാനമായ വാദമാണ് ഉന്നയിച്ചത്. അത് അധികാര പരിധിക്ക് പുറത്തുള്ള കാര്യമാണ് കോടതി പരിഗണിച്ചതെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ കേന്ദ്രം പുനഃപരിശോധന ഹർജി നൽകാൻ ആലോചിക്കുന്നത്. വരും ദിവസം തന്നെ ഈ അവധികൾക്ക് ശേഷം തന്നെ ഈ ഹർജി ഫയൽ ചെയ്യുന്ന നടപടി കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്യും. ഏതായാലും ഇന്നലെ തന്നെ ഗവർണറുടെ നടപടിക്കെതിരെ കേരളത്തിലടക്കം വലിയ വിമർശനം, പ്രതികരണത്തിന് വലിയ വിമർശനമൊക്കെ തന്നെ വന്നിരുന്നു. ഭരണ പ്രതിപക്ഷ കക്ഷികൾ തന്നെ വിമർശനം വരികയും ചെയ്തിരുന്നു. ഏതായാലും തമിഴ്നാട് സർക്കാരാകട്ടെ മറുവശത്ത് ഇത് നിയമമാക്കി, ഗവർണറുടെ അനുമതിയില്ലെങ്കിലും ഇത് നിയമമാക്കി നടപ്പാക്കുകയും ചെയ്തിരിക്കുന്ന പ്രത്യേകത കൂടി ഉണ്ട്. ഏതായാലും ഈ 2-അംഗ ബെഞ്ച് വീണ്ടും ഈ പുനഃപരിശോധന ഹർജിയുമായി കേന്ദ്രം സമീപിക്കുമ്പോൾ എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് നിർണായകമാണ്. പ്രത്യേകിച്ച് ഈ ബെഞ്ച് തന്നെയാണ് ഈ 415 പേജുള്ള വിശദമായ ഉത്തരവ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ വീണ്ടും ഇത് പുനഃപരിശോധന ഹർജി അംഗീകരിക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഒരുപക്ഷെ ഇത് തള്ളിക്കളയാം, അല്ലെങ്കിൽ വിശദമായ ചർച്ചകൾക്ക് അല്ലെങ്കിൽ പരിഗണനയ്ക്കായി ഭരണഘടനാ ബെഞ്ചിന് വിടാനുള്ള സാധ്യതയുമുണ്ട്. ഏതായാലും ഈ 2-അംഗ ബെഞ്ച് തന്നെയാണ് പുനഃപരിശോധന ഹർജിയും പരിഗണിക്കുന്നത്. സാധാരണഗതിയിൽ അത് തന്നെയാണ് ഉണ്ടാവാറുള്ളത്. പക്ഷേ ഈ 415 പേജുള്ള ഉത്തരവിന്റെ കൂടുതൽ വിശദാംശങ്ങൾ കൂടി ഇപ്പോൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അതിനാണ് ഇപ്പോൾ ഗവർണർ ഇത്തരത്തിൽ ബില്ല് മാറ്റിവെക്കുകയാണെങ്കിൽ അതിൽ തീരുമാനമെടുക്കാൻ രാഷ്ട്രപതിക്ക് സുപ്രീം കോടതിയെ സമീപിക്കാം എന്നുകൂടി വ്യക്തമാക്കിയിരിക്കുന്നത്. ശ്രീജ. രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. കേരളത്തിൽ നിന്നുള്ള ആദ്യ വിമാന സർവീസായ എയർ കേരളയുടെ ആദ്യ വിമാനം ജൂണിൽ കൊച്ചിയിൽ നിന്ന് പറന്നുയരും. പ്രവാസി മലയാളികളുടെ പ്രതീക്ഷയ്ക്കൊത്ത സർവീസായിരിക്കും എയർ കേരളയുടേതെന്ന് ചെയർമാൻ അഫി അഹമ്മദ് പറഞ്ഞു. എയർ കേരളയുടെ ആലുവയിലെ കോർപ്പറേറ്റ് ഓഫീസ് ഉദ്ഘാടനം മറ്റന്നാൾ നടക്കും. ദക്ഷിണ മധ്യ ഇന്ത്യയിലെ ചെറുകിട നഗരങ്ങളെ മെട്രോ നഗരങ്ങളുമായി ബന്ധിപ്പിച്ചായിരിക്കും എയർ കേരളയുടെ ആദ്യ സർവീസുകൾ. ആദ്യഘട്ടത്തിൽ ആഭ്യന്തര സർവീസുകൾ ആരംഭിക്കുന്ന എയർ കേരള വൈകാതെ അന്താരാഷ്ട്ര സർവീസിനും തുടക്കമിടും. പ്രവാസി മലയാളികളുടെ പ്രതീക്ഷയ്ക്കൊത്ത് എയർ കേരള പറക്കുമെന്ന് ചെയർമാൻ അഫി അഹമ്മദ് പറഞ്ഞു.
ഇനി 2030 ആകുമ്പോഴേക്ക് ഏകദേശം 30ഓളം ഏവിയേഷൻ കമ്പനിയെങ്കിലും ഇന്ത്യയിൽ വേണമെന്നാണ് സിവിൽ ഏവിയേഷൻ തന്നെ കണ്ടെത്തിയിരിക്കുന്ന പഠനം. കാരണം വരും ദിവസങ്ങളിൽ ട്രാവലേഴ്സ് കൂടുകയാണ്. കാരണം എല്ലാവർക്കും ടൈം വാല്യൂഡ് ആണ്. ജനങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് പോയി വരാനുള്ളൊരു ഫെസിലിറ്റീസ് വരുന്ന ദിവസങ്ങളിൽ T2 T3 എന്നുള്ള ഒരു സംവിധാനം, അതായത് സൗത്ത് ഇന്ത്യ ആയിരിക്കും ആദ്യത്തെ സെക്ടറുകൾ. നമ്മളെ എയർപോർട്ടുകൾ കേന്ദ്രീകരിച്ചിട്ടാണ് ആദ്യം കേരളത്തിൽ നിന്നും നമ്മളെ നിയറസ്റ്റ് എയർപോർട്ടുകൾ കേന്ദ്രീകരിച്ചിട്ടായിരിക്കും ഓപ്പറേറ്റ് ചെയ്യുക. ഇൻ ഫ്യൂച്ചർ നമ്മൾ നോർത്ത് കാര്യങ്ങളിലേക്കെല്ലാം മൂവ് ചെയ്യും, പിന്നെ ഇൻ്റർനാഷണലിലേക്ക് മൂവ് ചെയ്യും. പക്ഷേ ബിഗിനിങ്ങിൽ നമ്മൾ സൗത്ത് മാത്രം കേന്ദ്രീകരിച്ചിട്ട് ഓപ്പറേറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. 76 സീറ്റുകളുള്ള ATR വിമാനങ്ങളാണ് സർവീസിന് ഉപയോഗിക്കുന്നത്. എല്ലാം ഇക്കോണമി ക്ലാസ് സീറ്റുകളായിരിക്കും. ആദ്യഘട്ടത്തിൽ 5 വിമാനങ്ങളാണ് സർവീസ് നടത്തുക. ആലുവയിലെ കോർപ്പറേറ്റ് ഓഫീസിന്റെ ഉദ്ഘാടനം ഈ മാസം 15 നടക്കും. 200-ലധികം ജീവനക്കാർ ഇവിടെയുണ്ടാകും. ന്യൂസ് 18 കൊച്ചി. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുകളിൽ ഡ്രോൺ പറത്തിയ സംഭവത്തിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ സേവനം തേടി പോലീസ്. വിമാനത്താവളത്തിലെ ട്രാഫിക് കൺട്രോൾ സിസ്റ്റത്തിന്റെ സേവനമാണ് തേടിയത്. ഡ്രോൺ കണ്ടെത്തി 2 ദിവസം പിന്നിടുമ്പോഴും ഇത് ആരാണ് പറത്തിയതെന്ന് സംബന്ധിച്ച് വ്യക്തതയില്ല. അതീവ സുരക്ഷാ മേഖലയിലൂടെയാണ് ഡ്രോൺ പറന്നത്. ഡ്രോൺ പറന്ന സംഭവത്തിൽ FIR രജിസ്റ്റർ ചെയ്താണ് ഫോർട്ട് പോലീസിന്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. സംഭവം നടന്ന് 2 ദിവസം പിന്നിടുമ്പോഴും ആരാണ് ഡ്രോൺ പറത്തിയതെന്നത് സംബന്ധിച്ച് വ്യക്തതയില്ല. അതീവ സുരക്ഷാ മേഖലയിലാണ് ഡ്രോൺ എത്തിയത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവം നടക്കുന്ന സമയത്താണ് സംഭവം. ഡ്രോൺ പറന്നു വന്ന ദിശയും പിന്നീട് എവിടേക്ക് പോയി എന്നത് സംബന്ധിച്ചും വിശദ പരിശോധന നടക്കേണ്ടതുണ്ട്. ഇതിനാണ് വിമാനത്താവള അധികൃതരെ പോലീസ് സമീപിച്ചത്. എയർ ട്രാഫിക് കൺട്രോൾ സിസ്റ്റത്തിന്റെ സേവനം തേടിയാണ് പോലീസ് നടപടി. എയർ ട്രാഫിക് കൺട്രോൾ സിസ്റ്റത്തിന്റെ സേവനം തേടിയാണ് പോലീസ് നടപടി. വിമാനത്താവളത്തിലെ റഡാറിൽ കാര്യങ്ങൾ വ്യക്തമാകുമെന്നാണ് കരുതുന്നത്. നേരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുകളിൽ ചെറുവിമാനം പറന്നതും വിവാദമായിരുന്നു. വിമാനം പറത്താൻ പഠിപ്പിക്കുന്ന സ്വകാര്യ സ്ഥാപനത്തിന്റെ വിമാനമാണ് അന്ന് പറന്നത്. സ്ഥാപനത്തിന്റെ തൃശൂരിലെ ആസ്ഥാനത്തുൾപ്പെടെ പരിശോധന നടന്നിരുന്നു. നേരത്തെ പോലീസ് ആസ്ഥാനത്തിന് മുകളിലും ഡ്രോൺ പറന്ന സംഭവമുണ്ടായി. ന്യൂസ് 18 തിരുവനന്തപുരം. നാഷണൽ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ട് 700 കോടി രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നടപടികൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആരംഭിച്ചു. നാഷണൽ ഹെറാൾഡിന്റെ ഉടമകളായ അസോസിയേറ്റഡ് ജേർണൽസ് ലിമിറ്റഡിന്റെ സ്വത്താണ് കണ്ടുകെട്ടുന്നത്. കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി എന്നിവരാണ് കേസിൽ പ്രധാനമായും ആരോപണങ്ങൾ നേരിടുന്നത്. ഇനി സ്പെഷ്യൽ ഡേ വിഷസിലേക്കാണ്. ഇന്ന് വളരെ സ്പെഷ്യലായി ആരൊക്കെയാണ് ദിവസം ആചരിക്കുന്നതെന്ന് നോക്കാം. കൊല്ലം കിളികൊല്ലൂരിലെ ആരഭി കൃഷ്ണയുടെ 4ാം പിറന്നാളാണിന്ന്. ആശംസകളുമായി അച്ഛൻ കൃഷ്ണകുമാറും അമ്മ ആദിത്യയും ഒപ്പം ഞങ്ങളുടെ ഒക്കെയും ഹൃദയം നിറഞ്ഞ ആശംസകൾ മോൾക്ക് ആരഭിക്കുട്ടിക്ക്. ഹാപ്പി ബർത്ത്ഡേ. കണിയാപുരം സ്വദേശികളായ ഷാഹുലിന്റെയും മുനീറ ഷാഹുലിന്റെയും 11ാം വിവാഹ വാർഷികമാണിന്ന്. ഇന്ന് ഷാഹുലിനും മുനീറയ്ക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ. തിരുവനന്തപുരം അവണാകുഴി സ്വദേശികളായ രാംജി ദേവിന്റെയും കീർത്തി SRന്റെയും വിവാഹമായിരുന്നു ഇന്നലെ. ഇരുവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഇന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ അനൂപിന്റെയും കീർത്തിയുടെയും വിവാഹമാണ്. ഇന്നലെ വരെ ഇവിടെ അനൂപിനെ കണ്ടിരുന്നു. അപ്പം അനൂപിനും കീർത്തിക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഒരു നല്ല ഗംഭീരമായ വിവാഹ ജീവിതം രണ്ടുപേർക്കും ഉണ്ടാവട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ കുറേ പേരുടെ പിറന്നാളുണ്ട്. ന്യൂസ് 18 കേരളം ഇൻപുട്ട് എഡിറ്റർ TG സജിത്തിന്റെയും അനിതയുടെയും മകൻ ഇവാന്റെ 1ാം പിറന്നാളാണിന്ന്. ഇവാനും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ, ഈ ഫാമിലിയുടെ മുഴുവൻ ഹൃദയം നിറഞ്ഞ ആശംസകൾ ഇവാൻ കുട്ടന്. ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ. ഇന്ന് ഞങ്ങളുടെ സഹപ്രവർത്തക ദിൽന ദിനേശിന്റെ പിറന്നാളാണ്. ദിൽനയ്ക്കും ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. അപ്പൊ ഇന്ന് മൊത്തത്തിൽ എല്ലാവർക്കും കൂടി ഗംഭീരമായി ആഘോഷിക്കാമെന്ന് തോന്നുന്നു. ഹാപ്പി ബർത്ത്ഡേ ദിൽന. ഇനി അടുത്തത് ഞങ്ങളുടെ സഹപ്രവർത്തകൻ ന്യൂസ് 18 കേരളത്തിന്റെ സ്പോർട്സ് എഡിറ്റർ എൽദോ പോൾ പുതുശ്ശേരിയുടെ ഇളയ മകൾ ഇസ അന്ന എൽദോയുടെ 7ാം പിറന്നാളാണിന്ന്. ഇസക്കുട്ടിയെ എല്ലാവരും വിളിക്കുന്നത് കുഞ്ഞുമുത്ത് എന്നാണ്. അപ്പോൾ കുഞ്ഞുമുത്തിന് ഞങ്ങളുടെയൊക്കെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. എപ്പോഴും എൽദോയെ വീഡിയോ കോൾ ചെയ്യുമ്പോൾ ഞങ്ങളൊക്കെ കുഞ്ഞുമുത്തിനെ കാണാറുണ്ട്. അപ്പോൾ കുഞ്ഞുമുത്തിന് ഞങ്ങളുടെ ഒക്കെ ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ ഇന്ന് ന്യൂസ് 18 കേരളത്തിൽ മൊത്തത്തിൽ ഒരു ആഘോഷ മൂടുണ്ട്. ആരാണ് ട്രീറ്റ് ചെയ്യാമെന്ന് മാത്രമേ അറിയാത്തുള്ളൂ. എല്ലാവരുടെയും ട്രീറ്റ് വാങ്ങാം എന്നുള്ളതാണ് എൻ്റെയൊക്കെ ഒരു പ്രതീക്ഷ. അപ്പോൾ നമുക്ക് ഇന്ന്
ഈ സ്പെഷ്യൽ ഡേ ആഘോഷിക്കുന്ന എല്ലാവർക്കും ഉള്ള വിഷസ് ഇതുപോലെ നിങ്ങളുടെയും സ്പെഷ്യൽ വിഷസ് ഞങ്ങളെ അറിയിക്കുക. നമുക്കത് ഈ സ്ക്രീനിൽ കൂടെ തന്നെ ആഘോഷമായിട്ട് കാണാം. ഇപ്പോൾ എന്തായാലും തൽക്കാലം നമ്മൾ വാർത്തകളിൽ നിന്ന് ഒരു ഇടവേള എടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് പോലീസ് പട്രോൾ കണ്ടിട്ട് തിരിച്ചു വരാം.